ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണിത്. ഇത് മാവ് കുഴച്ചെടുക്കാനും പരത്താനൊന്നും നിൽക്കണ്ട, നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിനകത്ത് വെക്കുന്ന ഫില്ലിങ് നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്. നമുക്ക് കൂടുതൽ അളവിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. ആദ്യം ഈ സ്നാക്സിന് വേണ്ട ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 400 ഗ്രാം ചിക്കനാണ് കേട്ടോ. ചിക്കന് നന്നായിട്ട് കഴുകി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത പീസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഷവർമൊക്കെ കട്ട് ചെയ്യണ പോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഈ ചിക്കനിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് വിനീഗറാണ്. വിനീഗറിന് പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വിനീഗറാണ്. വിനീഗർ 1 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മസാലയ്ക്ക് പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനമാണ് ചേർത്ത് കൊടുക്കുന്നത്, കസൂരി മേത്തി, നമ്മുടെ ഉലുവയില. ഈ ഒരു കസൂരി മേത്തി മസ്റ്റാണ് കേട്ടോ. ഇതാണ് ഈ ഒരു ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ കസൂരി മേത്തി ഞാൻ 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയും ചിക്കനും എല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു കസൂരി മേത്തിയും ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവറുമാണ് കേട്ടോ. ചെറിയ ജീരകം പൊടിച്ചത് നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു 5 മിനിറ്റ് മസാല പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ചിക്കന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഓയിൽ തന്നെ ഉപയോഗിക്കുക. ബട്ടർ ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കാം. ചിക്കന് ചേർത്ത് കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു 1-2 മിനിറ്റ് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. ആ ചിക്കൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വരണം കേട്ടോ. ഇതുപോലെ ചിക്കന് നന്നായിട്ട് കളർ മാറി വന്ന ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-8 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കന് ചെറിയ പീസായതുകൊണ്ട് തന്നെ വേഗത്തിൽ കുക്കായി കിട്ടും. ചിക്കന് കുക്കായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട സോസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കോഴിമുട്ട നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാനൊരു വലിയ വെളുത്തുള്ളി അല്ലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ 3 എടുക്കുക കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ചെറുതാക്കി മുറിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഈ സോസിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉണക്കമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ മുട്ടയുടെ മിക്സ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഒരു 10 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് ചെറുതായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഞാനിതിലേക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാൻ മറന്നിട്ടുണ്ട്. 1 ടീസ്പൂണ് വിനീഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നും കൂടെ ഒരു 10 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ഗാർലിക് സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു 5 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് തിക്കായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ആകെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഗാർലിക് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കന് കുക്കായിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ചിക്കനിന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിക്കന് പാകത്തിന് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ.
വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് ചിക്കന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ചിക്കനിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വലിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്, ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഒരുപാട് വഴറ്റിയെടുക്കണ്ട കേട്ടോ, ചെറുതായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടുന്ന രൂപത്തിൽ ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള വലിയ 2 ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ റെഡ് കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അതുപോലെ ഗ്രീൻ കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു കളറിലുള്ള ക്യാപ്സിക്കം ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് 2 എണ്ണം എടുത്താൽ മതി. അപ്പോൾ അതാ ക്യാപ്സിക്കം 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഒരുപാട് വഴറ്റിയെടുക്കണ്ട കേട്ടോ, ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. കാരണം അത് ഓവറായിട്ട് കുക്കായി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ചിക്കൻ്റെ കൂടെ ക്യാപ്സിക്കം കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു മസാല. ക്യാപ്സിക്കം പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂണും കൂടെ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നും കൂടെ അതിൻ്റെ ഫ്ലേവർ വെജിറ്റബിൾസിലേക്കും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വെജിറ്റബിൾസിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരുപാട് കുത്തുന്ന മസാല ഒന്നുമില്ല, ചെറിയൊരു സ്പൈസിനെസ്സേ ഉണ്ടാവുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു മസാല കഴിക്കാൻ. നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്, നമുക്ക് സാൻഡ്വിച്ചൊക്കെ ആക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു മസാല. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഇത് മാറ്റി വെക്കാം. ബ്രെഡിൽ വെച്ചാണ് കേട്ടോ ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. സാധാരണ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത് നമ്മൾ പപ്സൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ പപ്സിൻ്റെ ഷീറ്റ് പോലെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു സ്നാക്സ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോമ്പൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പം ബ്രെഡൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാനല്ലേ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാനിത് ബ്രെഡിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമുക്കിതൊന്ന് റോളർ വെച്ചിട്ട് ചെറുതാക്കി ഒന്ന് പരത്തിയെടുക്കാം. എല്ലാ ബ്രെഡ് സ്ലൈസും ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. പിന്നെ ബ്രെഡ് കട്ട് ചെയ്തപ്പോഴുള്ള ആ സൈഡ് നമ്മൾ ഒഴിവാക്കണ്ട, അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം, അത് നമുക്ക് ആവശ്യമുണ്ട്. ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാ ബ്രെഡിൻ്റെ സൈഡും ഇതുപോലെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തി വെച്ചിട്ടുള്ള ഓരോ ബ്രെഡ് സ്ലൈസിലും 1 ടീസ്പൂൺ വീതം ഗാർലിക് സോസ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് നമ്മൾ ഒരുപാട് കുത്തി നിറച്ച് വെക്കരുത്, അപ്പോൾ നമ്മളിത് റോൾ ചെയ്ത് എടുക്കുന്ന സമയത്ത് ഈ ബ്രെഡ് പൊട്ടിപ്പോവും. അപ്പോൾ ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് റോൾ ചെയ്തെടുക്കുക. നമുക്കിത് വേഗത്തിൽ റോൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുത്ത ശേഷം ഈ ബ്രെഡിൻ്റെ 2 സൈഡും നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഗാർലിക് സോസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഈ ഒരു ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ബ്രെഡിൽ ഫില്ലിംഗ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. നമ്മൾ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് തന്നെയാണ് കേട്ടോ ഇത്. ഇതിൽ ഒരു മാറ്റമുള്ളത് ഫില്ലിങ്ങിൽ മാത്രമാണ്, അതാണ് ഈ ഒരു സ്നാക്സിൻ്റെ ടേസ്റ്റും വരുന്നത്. ബേക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ പഫ്സിൻ്റെ ഷീറ്റ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഞാൻ ഒരു 8 പീസ് ബ്രെഡിൽ മാത്രമാണ് കേട്ടോ ഈ ഒരു മസാല വെച്ച് റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള മസാല ഞാൻ മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു മസാല നമുക്കിനി ഒരു 16 റോളും കൂടെ ഉണ്ടാക്കിയെടുക്കാനുള്ളതുണ്ട്. അപ്പോൾ ഞാനിതൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നാളെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു അളവ് വെച്ച് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 24 റോളൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കോഴിമുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ റോളും മുട്ടയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ മുട്ടൊന്നും ആവില്ല, അതുപോലെ ഒരുപാട് മുട്ടൻ്റെ ആവശ്യം വരില്ല കേട്ടോ. ഈ ഒരു 8-9 റോളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഒരു മുട്ട തന്നെ മതിയാവും.
അപ്പോൾ മുട്ടയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ മറ്റേ കൈ വെച്ചിട്ട് അതിന് മുകളിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ആദ്യം ഇട്ട് കൊടുത്തിട്ട് റോൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഈ ഒരു മുട്ടൻ്റെ മിക്സ് ഒട്ടി പിടിക്കില്ല. അതുപോലെ ബ്രെഡ് ക്രംസ് ഒരുപാട് കട്ട പിടിച്ച് കേടായി പോകില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള റോളൊക്കെ നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. 8 ബ്രെഡ് റോളും മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ബ്രെഡ് റോളും കൂടെ റോൾ ചെയ്തെടുക്കാനുള്ള മുട്ടൻ്റെ മിക്സും ബാക്കിയുണ്ട്. ബ്രെഡ് ക്രംസ് കുറച്ചധികം ബാക്കിയുണ്ട് കേട്ടോ. നമ്മളിതുപോലെ ഫോർക്ക് വെച്ചിട്ട് മുട്ടയിൽ ഈ റോൾ മിക്സ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഈ ബ്രെഡ് ക്രംസ് ഒന്നും കേടായി പോയിട്ടില്ല. കണ്ടില്ല, കട്ട പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഈ റോളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമുക്കിതിലേക്ക് ഓരോ റോളും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിൽ ഒരുപാട് ആവശ്യമൊന്നുമില്ല കേട്ടോ, കുറച്ച് ഓയിൽ മതി. നമ്മളിത് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്, തിരിച്ചും മറിച്ചിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നന്നായി ചൂടായ ശേഷം മാത്രം നമ്മളിതിൽ റോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാൽ ഈ ഒരു ബ്രെഡിൽ എണ്ണ പിടിക്കില്ല. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രെഡിൽ നന്നായിട്ട് എണ്ണ പിടിക്കും. അതേപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ ഇത് പെട്ടെന്ന് കരിഞ്ഞും പോവും. ഈ റോളിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ആ ഒരു ഭാഗം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള റോൾസൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ക്രിസ്പി ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ നമുക്കിനി ഇതിൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മുഴുവൻ റോളും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഓയിൽ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റോളിൽ എണ്ണ പിടിക്കൊന്നുമില്ല. ഇനി നമുക്ക് ഇതെങ്ങനെ സെർവ് ചെയ്യണേ നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയില നമ്മളിതുപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. എത്രത്തോളം ചെറുതാക്കുന്നോ അത്രത്തോളം ചെറുതാക്കി എടുക്കാം കേട്ടോ. മല്ലിയില ഇതാ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് റോൾ എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഗാർലിക് സോസ് ഉണ്ടല്ലോ, അതിൽ ഈ ബ്രെഡ് റോൾ ഒന്ന് ഡിപ്പ് ചെയ്യുക. ഈ ഒരു ബ്രെഡ് റോളിൻ്റെ ഒരു സൈഡ് മാത്രം ഒന്ന് ഡിപ്പ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ മല്ലിയിലയിൽ ഈ ഗാർലിക് സോസുള്ള ഭാഗം നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മല്ലിയില നന്നായിട്ട് ഈ ഒരു റോളിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പിടിക്കും. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഈ റോളിൻ്റെ മറ്റേ സൈഡും ഈ ഒരു ഗാർലിക് സോസിൽ ഡിപ്പ് ചെയ്തിട്ട് മല്ലിയിലയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. അപ്പോൾ 2 സൈഡും നമ്മളിതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയല്ല കേട്ടോ. ഈ ഒരു സ്നാക്സ് ഇങ്ങനെയാണ് സെർവ് ചെയ്യണത്. അത് മാത്രമല്ല ഈ ഒരു മല്ലിയിലേൻ്റെ ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്സ് കഴിക്കാൻ. ഇതുപോലെ തന്നെ എല്ലാ റോളും നമുക്ക് ഗാർലിക് സോസിൽ ഡിപ്പ് ചെയ്തിട്ട് മല്ലിയിലയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ റോളും ഇതാ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്സിൻ്റെ പേര് ചിക്കൻ പിയാസോ എന്നാണ്. അപ്പോൾ ഈ ഒരു സ്നാക്സ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്സ് ചൂടോടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ്. ചൂടോടെ കഴിക്കുമ്പോഴാണ് പുറം ഭാഗം നല്ല ക്രിസ്പായിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു സ്നാക്സ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണിത്. നമ്മളെന്നും ഒരേ മസാല വെച്ചുണ്ടാക്കുമ്പോൾ നമുക്കൊരു മടുപ്പല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്